ഇനി ഞാനിവിടെ പാലക്ക കൊണ്ട് പെട്ടെന്നൊരു ബജ്ജി ഉണ്ടാക്കുകയാണ്. അതിനായി ഞാൻ കുറച്ച് പാലക്കിൻ്റെ ഇല നുള്ളി എടുത്തിട്ടുണ്ട്. ഇല മാത്രമായിട്ടാണ് നുള്ളി എടുത്തത്, തണ്ടെടുത്തിട്ടില്ല. ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ എൻ്റെ പാലക്കിൻ്റെ കൃഷി കാണിച്ചായിരുന്നു. അതിൽ നിന്നുമാണ് കുറച്ച് ഇല നുള്ളി എടുത്തതുപോലെ അതൊക്കെ നല്ലവണ്ണം കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനു വേണ്ടി ബാറ്റർ തയ്യാറാക്കാം. അതിനായി ഞാനിവിടെ കടലമാവ് എടുത്തു. അതിലേക്ക് ഒരു സ്പൂൺ അരിപ്പൊടി ചേർത്തു, ഉപ്പ് ചേർത്ത് കൊടുത്തു, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ മെയിനായിട്ടുള്ള കായം, പിന്നെ അയമോദകം എന്നിവ ചേർത്ത് നല്ലവണ്ണം ഒന്ന് ബാറ്റർ ഒന്ന് കുഴച്ചെടുക്കണം. കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒന്ന് കുഴച്ചെടുക്കുക. പിന്നെ ഞാൻ ഈ വീഡിയോ ചെയ്തത് സന്ധ്യയ്ക്കായതുകൊണ്ട് അല്പം ബ്രൈറ്റ്നസ്സിൻ്റെ ബുദ്ധിമുട്ടുണ്ടായി. കാരണം ലൈറ്റിൻ്റെ ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് ഞാൻ ബ്രൈറ്റ്നസ് കൂട്ടി വെച്ചത് കുറച്ചുകൂടി കൂടിപ്പോയെന്ന് എനിക്കൊരു സംശയം. അതുകൊണ്ട് ക്ലിയറായിട്ട് കാണുന്നില്ല. എങ്കിലും ഞാൻ പറയുന്നുണ്ടല്ലോ, അതുപോലെ നിങ്ങളും ചെയ്യുക. തീർച്ചയായും നിങ്ങൾ വീട്ടിലുണ്ടാക്കി നോക്കുക. വളരെ എളുപ്പത്തിൽ തന്നെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ലേസൊക്കെ കഴിക്കുന്ന സ്ഥാനത്ത് ഇതുണ്ടാക്കി കൊടുത്ത് നോക്കുക. ഇലയൊന്നും അരിഞ്ഞൊന്നും വെച്ചില്ല ഞാൻ. ആ ഇല അങ്ങനെ തന്നെ ബാറ്ററിലേക്ക് മുക്കി അതുപോലെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇത് ടൊമാറ്റോ സോസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചട്നിയുടെ കൂടെയോ അല്ലെങ്കിൽ മുളക് വറുത്ത് അതിൻ്റെ കൂടെയോ കഴിക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെയും ഇതുപോലെ ചെറിയ വീഡിയോകളുമായിട്ട് പിന്നെയും ഞാൻ വരുന്നതായിരിക്കും. തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി അറിയിക്കുക. പാലക്ക് ഇഷ്ടമല്ലാത്തവർക്ക് ഇങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്തെടുത്താൽ അവർക്ക് തീർച്ചയായിട്ടും കഴിക്കാൻ പറ്റും. കുട്ടികൾക്ക് തീർച്ചയായിട്ടും നല്ല ഒന്നാണ് പാലക്ക്. അതുപോലെ ഷുഗർ പേഷ്യൻ്റ് നല്ലതാണല്ലോ. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ ഇതുപോലൊക്കെ തന്നെ വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കുക. പിന്നെ തണുപ്പ് കാലത്ത് ഇഷ്ടംപോലെ ലഭിക്കുന്ന ഒന്നാണ് പാലക്ക്. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും അറിയിക്കുക.